ജംഗിൾ ബുക്ക് ഭാഗം 7. ഒരിക്കൽ ബാലുവിന് ദേഷ്യം വന്നപ്പോൾ ശിഷ്യന്റെ മണ്ടക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. മോഗ്ലി ദേഷ്യപ്പെട്ട് ഇറങ്ങിയോടി. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിൽ ബഗീരയോട് ബാലു പറഞ്ഞു, മനുഷ്യക്കുട്ടി എന്തായാലും മനുഷ്യക്കുട്ടി തന്നെ, പക്ഷേ കാട്ടിലെ നിയമങ്ങളെല്ലാം പഠിക്കാതെ പറ്റുമോ? അവനൊരു കൊച്ചുകുട്ടിയല്ലേ. നിന്റെ ഈ നെടുങ്കൻ വാചകങ്ങളൊക്കെ അവൻ്റെ കൊച്ചു തലയിൽ കയറുമോ? ബഗീര ചോദിച്ചു. ബാലുവിൻ്റെ സ്ഥാനത്ത് ബഗീരയായിരുന്നുവെങ്കിൽ മൗഗ്ലിയെ കൊഞ്ചിച്ച് വഷളാക്കിയനെ. കാട്ടിനകത്ത് കൊച്ചും വലുതുമെന്ന വ്യത്യാസമുണ്ടോ? ആരും ഏത് നിമിഷവും കൊല്ലപ്പെടാം. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാനിവനെ പഠിപ്പിക്കുന്നത്. മറന്നുപോയാൽ മെല്ലെ ഒരടി കൊടുക്കുകയും ചെയ്യും. മെല്ലെ പോലും? ഇരുമ്പുലക പോലുള്ള കൈകൊണ്ട് മെല്ലെ അടിക്കാൻ നിനക്കറിയുമോ ബാലു? നീ മെല്ലെ അടിച്ചിട്ടാണ് പാവത്തിൻ്റെ മുഖമാസകലം മുറിഞ്ഞിരിക്കുന്നത്. സ്നേഹം കൊണ്ടല്ലേ ഞാൻ അടിക്കുന്നത്. അത് കാരണം ശരീരമാസകലം മുറിഞ്ഞാലും സാരമില്ല. ഒന്നും പഠിക്കാതെ വലിയ ആപത്തിൽ ചെന്ന് ചാടിയാലോ? തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ബാലു പറഞ്ഞത്. ഇപ്പോൾ ഞാനിവനെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നറിയാമോ? പക്ഷികളുടെയും പാമ്പുകളുടെയും പിന്നെ അവൻ്റെ സ്വന്തം കൂട്ടരൊഴിച്ച് 4 കാലിൽ നായാടുന്ന എല്ലാ മൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള സൂത്രവാക്യങ്ങളാണ്. ഇത് മറക്കാതിരുന്നാൽ ഈ കാട്ടിൽ ഇവനൊരാപത്തും സംഭവിക്കുകയില്ല. ഇതിനു വേണ്ടി 2 തല്ലുകൊണ്ടാൽ എന്താ കുഴപ്പം? ഈ മനുഷ്യക്കുട്ടിയെ നീ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി. നിന്റെ നഖങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള മരമല്ല ഇവൻ്റെ പുറമെന്ന് ഓർക്കണം. അതിരിക്കട്ടെ, നീ പഠിപ്പിച്ച സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കട്ടെ. എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല കേട്ടോ. ഞാൻ ആരുടെയും സഹായം ചോദിക്കാറില്ല, മറ്റുള്ളവരെ സഹായിക്കാറേ ഉള്ളൂ. ഒരു കൈ നിവർത്തി വിരലുകളുടെ അറ്റത്തുള്ള ഉളിയുടെ മൂർച്ചയും ഉരുക്കിൻ്റെ ബലവുമുള്ള നഖങ്ങളെ നോക്കിക്കൊണ്ടാണ് ബഗീര പറഞ്ഞത്. എങ്കിലും നിന്റെ മന്ത്രമൊന്ന് കേൾക്കട്ടെ. ഞാൻ മൗഗ്ലിയെ വിളിക്കാം. അവൻ മനപ്പാടമാക്കിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാമല്ലോ. അനിയ മൗഗ്ലി, ഇങ്ങ് വരൂ. ഹോ, എൻ്റെ തലയ്ക്കകത്തൊരു തേനീച്ചക്കൂട് പോലൊരു മുഴക്കം. തലയ്ക്ക് മുകളിൽ ക്ഷീണിച്ച ഒരു സ്വരം കേട്ട് ബാലുവും ബഗീരയും അങ്ങോട്ടേക്ക് നോക്കി. ഒരു മരത്തിന് മുകളിൽ നിന്ന് മൗഗ്ലി താഴേക്ക് വഴുതി ഇറങ്ങുകയാണ്. ഇന്ന് ഞാൻ പഠിപ്പിച്ച കാട്ടിലെ സൂത്രവാക്യങ്ങൾ ബഗീരയെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും മൗഗ്ലി. ബാലു പറഞ്ഞു. എല്ലാം എനിക്കറിയാം. ആരെക്കുറിച്ചുള്ളതാണ് കേൾക്കേണ്ടത്? തൻ്റെ സാമർഥ്യം പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ മൗഗ്ലി സന്തോഷിച്ചു. 2 വാക്ക് പഠിച്ചെന്ന് വെച്ച് ഞെളിയുകയൊന്നും വേണ്ട. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് മൗഗ്ലി. ബഗീര, നീ ഇത് കണ്ടല്ലോ. ഗുരുനാഥനെ ബഹുമാനിക്കാൻ ഇവർക്കറിഞ്ഞുകൂടാ. എത്രയോ ചെന്നായ്ക്കുട്ടികളെ ഈ വയസ്സൻ ബാലു പഠിപ്പിച്ചു. അതിലൊരെണ്ണം പോലും നന്ദി പറയാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേയില്ല. അതുപോട്ടെ, നീ വലിയ പണ്ഡിതനല്ലേ. നായാട്ടിനിറങ്ങുന്ന മൃഗങ്ങളോട് എന്താണ് പറയേണ്ടത്? കേൾക്കട്ടെ. നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും രക്തബന്ധമുള്ളവരാണ്. നായാട്ട് മൃഗങ്ങൾ പറയാറുള്ളത് പോലെ കരടിയുടെ സ്വരത്തിലാണ് മൗഗ്ലി പറഞ്ഞത്. ശരി, ഇനി പക്ഷികളോട് പറയേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ വാചകം മൗഗ്ലി ആവർത്തിച്ചു. അവസാനം പരുന്തിൻ്റെ കരച്ചിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ ശരി, ഇനി പാമ്പുകളോട് എന്ത് പറയും? ബഗീരയാണ് ആ ചോദ്യം ചോദിച്ചത്. അതിന് മറുപടിയായി പാമ്പുകൾ ചീറ്റുന്നത് പോലൊരു ശബ്ദം മൗഗ്ലി പുറപ്പെടുവിച്ചു. എന്നിട്ട് തന്നെത്താൻ കൈകാട്ടി തൻ്റെ കഴിവിൽ സ്വയം അഭിനന്ദിച്ചുകൊണ്ട് ബഗീരയുടെ മുതുകിൽ ചാടിക്കയറി. അവിടെ ഇരുന്ന് അവൻ്റെ മിനുസമുള്ള വശങ്ങളിൽ കാലുകൊണ്ടൊന്ന് ചവിട്ടാനും ബാലുവിനെ നോക്കി കൊഞ്ഞനം കുത്താനും തുടങ്ങി. മതി മതി കുസൃതി കാണിച്ചത്. മൗഗ്ലി, ചുട്ട അടി കിട്ടൂട്ടോ. ചെമ്പൻ കരടി വാത്സല്യപൂർവ്വം അവനെ ശാസിച്ചു. എന്നിട്ട് താൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് സൂത്രവാക്യങ്ങൾ തേടിപ്പിടിച്ചതെന്ന് ബഗീരയോട് വിവരിച്ചു. മഹാപണ്ഡിതനായ ഹാഥി എന്ന കാട്ടാനയോട് കെഞ്ചിയാണ് മൃഗങ്ങൾക്കുള്ള സൂത്രവാക്യം മനസ്സിലാക്കിയത്. പാമ്പിൻ്റെ ചീറ്റിൽ അനുസരിക്കാൻ ബാലുവിന് സാധ്യമല്ലാത്തതുകൊണ്ട് മൗഗ്ലിയെയും കൊണ്ട് കുളക്കരയിൽ ചെന്ന് ഒരു നീർക്കോലിയുടെ സഹായം തേടി. നീർക്കോലിയാണ് മൗഗ്ലിക്ക് ശരിയായ ഉച്ചാരണം പറഞ്ഞു കൊടുത്തത്. ഇനി പാമ്പോ പക്ഷിയോ കാട്ടിലെ മറ്റേതെങ്കിലും മൃഗമോ മൗഗ്ലിയെ ഉപദ്രവിക്കുമെന്ന് ഭയം വേണ്ട. രോമാവൃതമായ കുടവയർ തടവിക്കൊണ്ട് അഭിമാനത്തോടെ ബാലു പറഞ്ഞു നിർത്തിയപ്പോൾ ബഗീര മന്ത്രിച്ചു. ഇവൻ്റെ സ്വന്തം കൂട്ടരെ, അതായത് മനുഷ്യരെ മാത്രം ഭയപ്പെട്ടാൽ മതി അല്ലേ? എന്നിട്ട് ഉറക്കെ മൗഗ്ലിയോട് പറഞ്ഞു, അനിയ,
ചവിട്ടി എൻ്റെ വാരിയിൽ ഒടിക്കരുതേ. എന്തിനാണിങ്ങനെ തുള്ളിച്ചാടുന്നത്? തൻ്റെ നേർക്ക് ബഗീരയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടി മൗഗ്ലി അവൻ്റെ കഴുത്തിലെ രോമങ്ങൾ ശക്തിയായി പിടിച്ചു വലിക്കുകയും വാരിയെല്ലുകളിൽ ചവിട്ടുകയും ചെയ്തു. എന്നിട്ട് തന്നാലാവുന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്കും സ്വന്തമായിട്ടൊരു സംഘമുണ്ടല്ലോ. പകൽ മുഴുവൻ അവരുടെ നേതാവായി ഞാൻ മരക്കൊമ്പിൽ കഴിയുമല്ലോ. എടാ കൊച്ചനെ മരമണ്ട, നീ സ്വപ്നം കാണുകയാണോ? ബഗീര ചോദിച്ചു. ആണല്ലോ, മൗഗ്ലി ഈണത്തിൽ തുടർന്നു. മുകളിലിരുന്ന് മരക്കൊമ്പുകളും ചപ്പുചവറുകളുമൊക്കെ കിഴവൻ ബാലുവിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങ് പിടിക്കവനെ എന്ന് പറഞ്ഞ് ബഗീരയുടെ മുതുകിലിരുന്ന മൗഗ്ലിയെ ബാലു കോരിയെടുത്തു. ആ വലിയ കൈകളിൽ മലർന്നു കിടന്ന് മുകളിലേക്ക് നോക്കിയ മൗഗ്ലി കരടി ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. മൗഗ്ലി, നീ ഇന്ന് ബന്ദർ ജാതിക്കാരോട്, കുരങ്ങന്മാരോട് സംസാരിച്ചു അല്ലേ? ബഗീരയ്ക്കും തന്നോട് ദേഷ്യമാണോ എന്നറിയാൻ മൗഗ്ലി ആ പുള്ളിപ്പുലിയുടെ മുഖത്ത് നോക്കി. അവൻ്റെ കണ്ണുകൾ തീക്കനൽ പോലെ തിളങ്ങുന്നത് കണ്ടു. പുള്ളിപ്പുലി ചോദിച്ചു, വൃത്തികെട്ട കുരങ്ങന്മാരോട് നീ കൂട്ടുകൂടി? ചാരനിറത്തിലുള്ള ആ പരീക്ഷകളോട്, നീതിയും നിയമവുമില്ലാത്ത കൂട്ടരോട്, കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ചു തിന്നുന്നവരോട് നീ എന്തിനു മിണ്ടാൻ പോയി? നാണക്കേടായല്ലോ. ബാലു എൻ്റെ തലക്കിട്ട് കിഴക്കിയപ്പോൾ ഞാൻ ഓടിപ്പോയി. മരത്തിൽ നിന്നിറങ്ങി വന്ന കുരങ്ങന്മാരാണ് എന്നെ ആശ്വസിപ്പിച്ചത്. വേറെ ആർക്കും എന്നെ വേണ്ട. മൗഗ്ലി ചിണുങ്ങി. കുരങ്ങന്മാർ ആശ്വസിപ്പിച്ചു പോലും? ബാലു ചീറി. കാട്ടാറ് മേലോട്ടൊഴുകി, നട്ടുച്ച വെയിലിന് തണുപ്പ്, പിന്നെ എന്തൊക്കെയുണ്ട് എൻ്റെ മനുഷ്യക്കുട്ടി? പിന്നെ അവരെനിക്ക് തിന്നാൻ പഴങ്ങൾ പറിച്ചു തന്നു. നല്ല രുചിയുള്ള പഴങ്ങൾ. എന്നെ എടുത്ത് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി. ഞാൻ അവരുടെ സഹോദരനാണെന്നും വാലില്ലെന്ന ഒരു കുറവേ ഉള്ളൂ എന്നും പറഞ്ഞു. എന്നെ അവരുടെ നേതാവാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്കതിന് നേതാവ് വേണ്ടല്ലോ, ബഗീര പറഞ്ഞു. കള്ളന്മാർ എപ്പോഴും കള്ളമേ പറയൂ. എന്നോടവർക്ക് എന്ത് സ്നേഹമാണെന്നോ. ഇനിയും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാ എന്നെ ഇതുവരെ അവരുടെ അടുത്ത് കൊണ്ടുപോകാഞ്ഞത്? എന്ത് നല്ല കൂട്ടർ. എന്നെപ്പോലെ രണ്ട് കാലിൽ നിൽക്കും. മരം പോലുള്ള കൈകൊണ്ട് തലയിൽ അടിക്കൂല. പകൽ മുഴുവൻ കളിക്കും. എന്നെ വിടൂ ബാലു, ഞാൻ പോകട്ടെ. അവരുടെ കൂടെ കളിച്ചോട്ടെ. മനുഷ്യക്കുട്ടി, ഞാൻ പറയുന്നത് അനുസരിക്കണം. കരടിയുടെ ശബ്ദം അർദ്ധരാത്രിയിലെ ഇടിമുഴക്കം പോലെ കാടിനെ വിറപ്പിച്ചു. മരക്കൊമ്പുകളിൽ ജീവിക്കുന്ന കുരങ്ങന്മാരൊഴിച്ച് മറ്റെല്ലാ വനജീവികളുടെയും നിയമങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു. കുരങ്ങന്മാർക്ക് നിയമങ്ങളൊന്നുമില്ല. ഹീനജാതിക്കാരാണവർ. അവർക്ക് സ്വന്തമായി ഭാഷയില്ല. മറ്റുള്ളവർ പറയുന്നത് മരക്കൊമ്പിൽ ഒളിച്ചിരുന്ന് കേട്ട് അതുപോലെ ചിലയ്ക്കാനേ അവർക്കറിയൂ. അവരുടെ രീതിയല്ല നമ്മുടേത്. അവർക്ക് നേതാക്കളില്ല. ഓർമ്മശക്തി തീരെയില്ല. കാട്ടിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വീമ്പിളക്കും. വെറുതെ ചിലച്ചുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. ഒരു കായ് വീഴുന്നത് കണ്ടാൽ എല്ലാം മലർന്ന് പല്ലിളിക്കാൻ തുടങ്ങും. ഈ കാട്ടിൽ ജീവിക്കുന്ന നമുക്ക് കുരങ്ങന്മാരുമായി ഒരിടപാടുമില്ല. അവർ കുടിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കുകയില്ല. അവർ നടക്കുന്ന വഴികളിൽ കൂടി നടക്കുകയുമില്ല. അവർ ഇര തേടുന്നിടത്ത് നമ്മൾ പോവുകയേയില്ല. അവർ ചാകുന്നിടത്ത് കിടന്ന് ചാകാൻ പോലും നമ്മൾ തയ്യാറല്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കുരങ്ങന്മാരെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, മൗഗ്ലി മന്ത്രിച്ചു. ബാലു ഉപദേശം തുടർന്നു. കാട്ടിലുള്ളവർ ഈ വൃത്തികെട്ട ജന്തുക്കളെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. നാണം കെട്ട മ്ലേച്ഛന്മാർ. ഏതു വിധത്തിലും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന ഒരേ ഒരു ആഗ്രഹമാണ് അവർക്കുള്ളത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ അവർ ചപ്പുചവറുകളും കായ്കനികളും വലിച്ചെറിഞ്ഞാൽ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനേ പാടില്ല. ബാലു ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ശാഖകൾക്കിടയിൽ നിന്നും ഉണങ്ങിയ കായകളും ചുള്ളിക്കമ്പുകളും വർഷിക്കാൻ തുടങ്ങി. അതിനു മുകളിൽ മരച്ചില്ലകളിൽ ചുമയ്ക്കുന്നതിൻ്റെയും ചിലയ്ക്കുന്നതിൻ്റെയും ദേഷ്യപ്പെട്ട് ചാടുന്നതിൻ്റെയും മറ്റും ഒച്ച കേട്ടു. കാട്ടിലെ ജീവികൾ വാനരന്മാരുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് നിഷിദ്ധമാണ്. ഇക്കാര്യം നീ മറന്നു പോകരുത്. ഇതെല്ലാം നിഷിദ്ധമാണെന്ന കാര്യം നീ നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ബാലു. ബഗീര ബാലുവിനെ കുറ്റപ്പെടുത്തി. ഞാനോ? അതെങ്ങനെ? ഇത്രയും വൃത്തികെട്ട പരീക്ഷകളോട് കൂട്ടുകൂടാൻ ഇവൻ പോകുമെന്ന് ഞാൻ അറിഞ്ഞോ? കുരങ്ങന്മാർ ഭാ! വീണ്ടും മുകളിൽ നിന്നും ചപ്പുചവറുകൾ വന്നു വീഴാൻ തുടങ്ങി. മൗഗ്ലിയെയും എടുത്തുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് നടന്നു. കുരങ്ങന്മാരെ കുറിച്ച് ബാലു പറഞ്ഞത്
അക്ഷരം പ്രതി സത്യമായിരുന്നു. അവർ മരക്കൊമ്പുകളിലാണിരിപ്പ്. മറ്റു മൃഗങ്ങൾ മുകളിലേക്ക് നോക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ ആശയവിനിമയം നടത്താറേയില്ല. അതേസമയം ഒരു ചെന്നായ് രോഗം ബാധിച്ചു കിടന്നാൽ, അല്ലെങ്കിൽ കടുവയോ പുലിയോ മുറിവേറ്റ് വീണുപോയാൽ കുരങ്ങന്മാർ കമ്പുകളും കായ്കനികളും വലിച്ചെറിഞ്ഞ് രസിക്കും. അർത്ഥമില്ലാത്ത പാട്ടുകൾ പാടിയും പല്ലിളിച്ച് ഒച്ചവെച്ചും ശല്യപ്പെടുത്തും. ചിലപ്പോൾ മരത്തിൽ കയറി ചെന്ന് ബലപരീക്ഷണം നടത്താൻ വെല്ലുവിളിക്കും.